ഈ വിവരദോഷം വളരെ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ കലർത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്ന അബദ്ധങ്ങൾ വളരെ ബോധപൂർവം നടത്തുന്ന ഒരു നാടകമല്ലേ എന്ന സംശയം തീർച്ചയായിട്ടും പോകാനുണ്ടായി. ഇതിപ്പോ പോലീസ് തന്നെ അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ. കാരണം ഇത് വളരെ വിപുലമായ ഒരു സംവിധാനം. ഞാനീ പറയുന്ന പോലെ നമ്മുടെ ക്യാമ്പസ് ഉള്ളിൽ നമ്മളുമായിട്ട് അവർ വളരെയേറെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടാകും. ഞങ്ങൾക്ക് ഇതിനകത്ത് പരിമിതികളുണ്ടല്ലോ. എനിക്കൊരു സ്വപ്നമുണ്ട്. പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള സ്വന്തം പ്രസംഗത്തിലൂടെ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ പറഞ്ഞതാണിത്. എനിക്കൊരു സ്വപ്നമുണ്ട്. ഈ കറുത്ത വർഗക്കാർക്ക് പൗരാവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹാമനുഷ്യനായി മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിനെ മനസ്സിലാക്കിയവരും ആ നിലയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നവരുമാണ് നമുക്കിടയിൽ കൂടുതലായിട്ടുമുള്ളത്. എന്നാൽ ചർമ്മവർണ്ണം മനുഷ്യരുടെ മഹത്വത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കുകയോ അത് കെടുത്തുകയോ ചെയ്യുന്നില്ല എന്ന സത്യം വെള്ളത്തൊലിയന്മാരെ ബോധ്യപ്പെടുത്താനായി ജീവിതം തുലച്ച ഒരു മഹാത്മാവാണ് പോങ്ങനെ സംബന്ധിച്ച് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. My 4 little children will one day live in a nation where they will not be judged by the color of their skin but by the content of their character. I have a dream today. വെറും 39 വയസ്സിൽ ഒരു വെള്ളത്തൊലിയന്റെ വെടികൊണ്ട് മാർട്ടിൻ ലൂഥർ കിങ് കൊല്ലപ്പെട്ടു. സമാധാനത്തിന്റെ പേരിൽ നേടിയെടുത്തിട്ടുള്ള നൊബേൽ സമ്മാനത്തിന് പോലും ആ മനുഷ്യനെ വെടിയുണ്ടയിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചില്ല. കൊലാർഹനാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ മനുഷ്യൻ വാതോരാതെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ മനുഷ്യൻ ഇടതടവില്ലാതെ സ്വാതന്ത്ര്യം കൊതിച്ചു, സാഹോദര്യം പരതി, സമത്വം ആഗ്രഹിച്ചു, അതുപോലെ തന്നെ സദ്ബുദ്ധി പങ്കുവച്ചു, സഹജീവി സ്നേഹം ഉയർത്തിപ്പിടിച്ചു, സാമൂഹ്യ ബോധം നല്ലോണം പ്രകടിപ്പിച്ചു, സമഭാവന പ്രതീക്ഷിച്ചു, സഹവർത്തിത്വം പുലർത്തി, സഹകരണ ചിന്തയോടുകൂടി ജീവിച്ചു, സഹജീവികൾ സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും സാഹോദര്യ ബുദ്ധിയോടെയും സാംസ്കാരിക ബോധത്തോടെയും പുലരണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ സമൂഹത്തിന് നല്ലത് മാത്രം നൽകിയിട്ടുള്ള മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന് പ്രകൃതി നൽകിയ സമ്മാനം മരണമായിരുന്നു. അതായത് നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. സദ്ബുദ്ധിയുള്ളവർക്കുള്ളതല്ല ഭൗമജീവിതം. ഈ ഭൂമി സദ്ബുദ്ധിയുള്ളവർക്കുള്ളതല്ല. അങ്ങനെ പറയാൻ കാരണമുണ്ട്. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിനെ പോലെ തന്നെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവനാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന നരനായ വരാഹസുതൻ. മാർട്ടിന് മരണമാണെങ്കിൽ മുഹമ്മദിന് ഭരണമാണ് പ്രകൃതി നൽകിയിട്ടുള്ള സമ്മാനം. ഒന്നേ ഉള്ളൂ അതിന് കാരണം, ഒരൊറ്റ കാരണം മാത്രം. One day right there in Alabama, little black boys and black girls will be able to join hands with little white boys and white girls as sisters and brothers. I have a dream today. ഒരൊറ്റ കാരണം മാത്രം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ സമാധാന ബുദ്ധി സ്വഭാവത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മനുഷ്യനായി ജീവിച്ചു. സമത്വവും സാഹോദര്യവും സഹജീവികളിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം നല്ലോണം ആഗ്രഹിച്ചു. എന്നാൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ നമ്മുടെ ഈ മുഹമ്മദ് യൂനസ് സമാധാന ബുദ്ധി സ്വഭാവത്തിന്റെ ഭാഗമാക്കാതെ ഒരു മതസ്ഥനായി മാത്രം ജീവിച്ചു. സമത്വവും സാഹോദര്യവും സഹജീവികളിൽ ഉണ്ടാവണമെന്ന് അയാൾ തീരെ ആഗ്രഹിച്ചതേയില്ല, ഒട്ടും തന്നെ ആഗ്രഹിച്ചിട്ടില്ല. തന്റെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പ്രായഭേദമോ ലിംഗവ്യത്യാസമോ നോക്കാതെ സമത്വ സുന്ദരമായി കൊല്ലാൻ സമാധാനത്തിന് ലഭിച്ച നൊബേൽ സമ്മാനം ആ വരാഹസുതന് ഒട്ടും തന്നെ തടസ്സമായിട്ടില്ല. അതാണ് പറഞ്ഞത്, നന്മയുള്ളവർക്കുള്ളതല്ല ഈ ഭൂമി. സത്യത്തിൽ ഈ ഭൂമിയാണ് നരകം. നരകത്തിലേക്ക് ജനിച്ചു വന്നവരാണ് മനുഷ്യർ, അല്ലാതെ ഇവിടെ നിന്ന് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ഒക്കെ മരിച്ചു പോകാൻ പോകുന്നവരല്ല. നരകത്തിലേക്ക് ജനിച്ചു വന്നവരാണ്. ദൈവങ്ങൾക്ക് കൈപ്പിഴ സംഭവിക്കുമ്പോഴാണ് നന്മയുള്ള മനുഷ്യർ ഭൂമിയിൽ പിറന്നു പോകുന്നത്. സ്വന്തം തെറ്റ് തിരിച്ചറിയുമ്പോൾ ദൈവങ്ങൾ അവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധം അങ്ങോട്ട് തിരുത്തുകയും ചെയ്യും. 39 വയസ്സിൽ മാർട്ടിൻ ലൂഥർ കിങ്ങിന് മരണം കൊടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയതും 84 വയസ്സിൽ ഭരണം കൊടുത്ത് മുഹമ്മദ് യൂനസിനെ പ്രകൃതി ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്.
ദുഷ്ടന്മാർക്ക് മാത്രം വാഴാനുള്ള നരകമാണ് ഭൂമി. ആ നരകത്തിന്റെ തലസ്ഥാന നഗരമാണ് കേരളം. സ്വയം ദൈവമെന്ന് അവകാശപ്പെടുന്ന ചെകുത്താന്റെ സ്വന്തം നാട്. അതാണ് നമ്മുടെ നവഹരിത ഘാതക കേരളം. ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയെപ്പറ്റി പറയാൻ വന്ന പോങ്ങൻ എന്തിനാണ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന് മേൽ ഇങ്ങനെ അങ്ങോട്ട് നാവാട്ട് കഴിപ്പിക്കുന്നതെന്ന് തീർച്ചയായിട്ടും മിക്കവരും ചിന്തിച്ചേക്കാം. അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട്. കളമശ്ശേരി വിഷയം വാർത്തകളിലൂടെ അറിഞ്ഞപ്പോൾ ഏറ്റവും അധികം അധിക്ഷേപിക്കപ്പെട്ടത് ഡോക്ടർ ഐജു തോമസ് ആണ്. അതായത് കളമശ്ശേരി പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ. അതിലൊട്ടും അതിശയിക്കാനുമില്ല. ആ മനുഷ്യന്റെ ശരീരഭാഷയും അതുപോലെ തന്നെ സംസാര ഭാഷയും അധിക്ഷേപാർഹമായിരുന്നു എന്നതാണ് നേര്. ഒറ്റപ്പെട്ടങ്ങോട്ട് പിടിച്ചതല്ല, ഇത് സർക്കാരിന്റെ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനം ഉണ്ടല്ലോ. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഒരു ആഘോഷം നടക്കാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മുൻകരുതൽ എന്നുള്ള രീതിയിൽ നടന്ന റെയ്ഡാണ് ഇതെന്ന് വെച്ച് എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. എന്നാൽ സാമാന്യം തരക്കേടില്ലാത്ത പരിഹാസിയായിട്ടുള്ള ഈ പോങ്ങന് അയാളെ ഒട്ടും തന്നെ അധിക്ഷേപിക്കാൻ തോന്നിയില്ല. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിഡ്ഢിവേഷം കിട്ടുന്ന അതിബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ ഐജു തോമസ് എന്നാണ് എന്റെ മനസ്സെന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത്. അതല്ല എന്റെ പ്രത്യേകത. കാരണം ഇന്ന് ഒരുപക്ഷെ ഇത്രയും ലഹരി ഇവിടെ പിടിച്ച് കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യം എനിക്ക് ഇങ്ങനെ നേരിടാൻ പറ്റില്ല. അപ്പൊ ഇത് ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ട് കാണും. ഞങ്ങളിത് അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡാണ്. അവർ പെട്ടെന്ന് വരുന്നു, വിളിക്കുന്നു, അത്ര വേറെ 100ഓളം ആൾക്കാർ വരുന്നു. എന്ന് വെച്ചാൽ ഇത് അവരുടെ രീതിയിൽ ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. അപ്പൊ അത് അറിഞ്ഞ് ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായ ഡേറ്റ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ജൈവ വിഡ്ഢിയിൽ നിന്നും സംഭവിക്കുന്നതായി പോങ്ങൻ ഒരിക്കലും തോന്നിയില്ല. നമ്മൾ ഈ ഷെയിംസീറിനെയും ഗോവിന്ദൻ മാഷിനെയും പിണുങ്ങാണ്ടിയെയും ഒക്കെ നിരന്തരം കേട്ടു വളരുന്നവരല്ലേ. നമുക്ക് തീർച്ചയായിട്ടും മനുഷ്യരെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ. നമ്മുടെ ബാലൻ മാഷൊക്കെ എന്തെല്ലാം പറയുന്നു, നമ്മുടെ EP, നമ്മുടെ ചിന്ത, നമ്മുടെ എത്രയോ കമ്മി നേതാക്കൾ, ഇവരെയൊക്കെ കേട്ട് വളരുന്നവരല്ലേ, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ. സ്വാഭാവികമായും എനിക്കറിയാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ജൈവ വിഡ്ഢിയിൽ നിന്നും സംഭവിക്കുന്നതല്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിനുള്ളൊരു നടപടിയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ 2 കിലോ കഞ്ചാവ് നിങ്ങൾ പറയുന്ന പോലെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ഇന്ന് കുട്ടികളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനമല്ലേ. അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. അല്ല, അത് നടപടി അത് പരിശോധന നടത്തിയ നടപടി പോലീസാണ്. ഇത് കോളേജിനേക്കാത്തുള്ള ഉത്തരവാദിത്തമല്ലേ. അല്ല, ഇത് കോളേജ് അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് 6 മാസമായിട്ട് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും പഴയ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കയറുന്നുണ്ടോ എന്നുള്ള കാര്യം, രാത്രിയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാല് ഈ വിവരദോഷം വളരെ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ കലർത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്ന അബദ്ധങ്ങൾ വളരെ ബോധപൂർവം നടത്തുന്ന ഒരു നാടകമല്ലേ എന്ന സംശയം തീർച്ചയായിട്ടും പോകാനുണ്ടായി. അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവർ 9 മണിക്ക് വരുന്നു, റെയ്ഡ് ഉണ്ടെന്ന് വിളിച്ച് പറയുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞു. അപ്പൊ അത് കാരണം അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ആരെ എങ്ങനെ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് 100ഓളം ഉണ്ടായിരുന്നു. ഒരു അത്ര രീതിയിൽ പ്ലാൻഡ് ആയിട്ട് വന്നിരിക്കും. വ്യക്തമായ പരിഭ്രമം, ആശയക്കുഴപ്പം, പിടിപ്പില്ലായ്മ, വിവരദോഷം എല്ലാം വളരെ കൃത്യമായ അളവിൽ അദ്ദേഹം അങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട്, ശരീരഭാഷയിലും സംസാര ഭാഷയിലും. എങ്കിലും ആ മനുഷ്യന്റെ ഭാവത്തിൽ, മുഖഭാവത്തിൽ ഭയത്തിന്റെ വലിയ അളവിലുള്ള സാന്നിധ്യം പോകാൻ കണ്ടു. ഭയത്തിന്റെ വലിയ അളവിലുള്ള സാന്നിധ്യം. ആ ഭയം അഭിനയത്തിന്റെ ഭാഗമായി അദ്ദേഹം പുറപ്പെടുവിക്കുന്നതായി എനിക്ക് തോന്നിയുമില്ല. ജൈവികമായ ഭയം. പറഞ്ഞാൽ പൊങ്ങച്ചമായി പലരും കരുതുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോകാനൊരു കാര്യം പറയാം. അതായത് മനുഷ്യരെ അത്യാവശ്യം മനസ്സിലാക്കാനുള്ള ഒരുതരം സവിശേഷ സിദ്ധി ആരാധ്യയായിട്ടുള്ള പ്രകൃതി ദേവി പോങ്ങന് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. എന്റെ മനസ്സിലാക്കൽ ശേഷിയെ പരാജയപ്പെടുത്തിയ ഒരു മനുഷ്യനും ഈ ഉള്ളവന്റെ ജീവിത പരിസരത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇതുവരെ സത്യമായും ഡോക്ടർ ഐജു തോമസ് എന്നെ പരാജയപ്പെടുത്തുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്നുള്ളതും വളരെ നേരാണ്. അദ്ദേഹത്തെ ബുദ്ധിമാനായിട്ടുള്ള ഒരു സാമർഥ്യക്കാരനായി മനസ്സിലാക്കിയത് അബദ്ധമാകുമോ എന്ന് പറയുന്ന ഒരു ചിന്ത, ഒരു ശങ്ക തീർച്ചയായിട്ടും പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കാൻ, എനിക്ക് അബദ്ധം പറ്റിയോ, എന്നെ ഡോക്ടർ ഐജു തോമസ് പരാജയപ്പെടുത്തിയോ എന്ന് മനസ്സിലാക്കാൻ, അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ സൈബർ ഇടം മുഴുവൻ പരതിയത്. സകല ഇടങ്ങളിലും പോയി നോക്കി. അതുകൊണ്ടൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ സ്വാശ്രയ കോളേജിന്റെ സംഭാവനയല്ല ഡോക്ടർ ഐജു തോമസ്. അദ്ദേഹം MTech എടുത്തത് നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. വളരെ ദീർഘനാളത്തെ അധ്യാപന പരിചയവും ആ മനുഷ്യനുണ്ട്. അതുപോലെ ആൾക്കൂട്ടത്തിന് മുന്നിൽ വളരെ നല്ലോണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അത്ര ആശയവിനിമയ പാടവമുള്ള ആളുമാണ് തീർച്ചയായിട്ടും ഡോക്ടർ ഐജു തോമസ്. ഒട്ടും തന്നെ സഭാകമ്പം ഇല്ലാത്ത വ്യക്തി. അങ്ങനെ ഒരാൾ മണ്ടശിരോമണികളായിട്ടുള്ള കേരളീയ മാധ്യമ ധർമ്മക്കാരുടെ മുന്നിൽ ഇത്രത്തോളം പതറില്ല, ഒരിക്കലും പതറില്ല.
പരിഭ്രമിക്കില്ല. അദ്ദേഹം പ്രകടിപ്പിക്കുന്ന പരിഭ്രമം സത്യമാണെങ്കിൽ, അതുപോലെ തന്നെ ആ മനുഷ്യന്റെ മുഖത്ത് കാണപ്പെടുന്ന ഭയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആ മനുഷ്യനാണ് ഈ റെയ്ഡിന് വേണ്ടുന്ന ഒത്താശ ചെയ്തതെന്ന് പോങ്ങന് തീർച്ചയായിട്ടും അപ്പോഴേ തോന്നി. കാരണം എന്താണ് SFI, എങ്ങനെയാണ് SFIയുടെ പ്രവർത്തന രീതികൾ, SFIക്ക് ആധിപത്യമുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരു മനുഷ്യനാണ് പോങ്ങൻ. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും SFIയെ KSUക്കാരൊറ്റാൻ വഴിയില്ല, ഒറ്റയിട്ട് ജീവിക്കാനും പറ്റില്ല. പുറത്തുനിന്ന് ആ പ്രദേശത്താരും തന്നെ ഒറ്റുമെന്ന് തോന്നുന്നുമില്ല. ഒരു SFI കീടം എന്ന് പറയുന്നത് മുറ്റിയ ഒരു മൂർഖനേക്കാൾ വിഷമുള്ള, കൃത്യമായ ഒരു ഇടപെടലില്ലാതെ ഒരു കാരണവശാലും പോലീസുകാർ അത്ര ആത്മാർത്ഥമായി, അല്ലെങ്കിൽ എക്സൈസ് ആരായാലും അത്ര ആത്മാർത്ഥമായി അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയില്ല. മാത്രമല്ല, ആ മനുഷ്യൻ അബദ്ധം പറ്റി ചില സത്യങ്ങൾ പറഞ്ഞു പോയിട്ട് പിന്നെ തിരുത്തിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോ പോലീസ് തന്നെ അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ. കാരണം ഇത് വളരെ വിപുലമായ ഒരു സംവിധാനം. ഞാനീ പറയുന്ന പോലെ നമ്മുടെ ക്യാമ്പസ് ഉള്ളിൽ നമ്മളുമായിട്ട് അവർ വളരെയേറെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടാകും. ഞങ്ങൾക്ക് ഇതിനകത്ത് പരിമിതികളുണ്ടല്ലോ. അറിയാതെ ആ മനുഷ്യന്റെ വായിൽ നിന്ന് ചില അക്കിടി അബദ്ധവശാൽ സംഭവിച്ചു പോയതിനു ശേഷം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുള്ളി വീണ്ടും അത് തിരുത്തി സംസാരിക്കുന്നതും പോകൻ കേട്ടു. ബോധപൂർവമാണ്, വളരെ ബോധപൂർവമാണ്. പക്ഷേ ആ സംശയം പോകൻ പങ്കുവയ്ക്കാതിരുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത്തരമൊരു സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ നാവും എടുത്ത് ഞാൻ ഇവിടേക്ക് വരും, നിങ്ങളുടെ മുന്നിൽ അത് മുഴുവൻ വിസ്തരിക്കും. അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. കാര്യം സത്യമാണ്, പോങ്ങൻ പറയുന്നത് പലർക്കും പിടികിട്ടാറില്ല. എങ്കിലും നമ്മുടെ ഡോക്ടർ ഐജു തോമസിന് വളരെ കഷ്ടകാല സമയമാണ് എങ്കിൽ ആളുകൾ ഒട്ടും തന്നെ തെറ്റിദ്ധാരണ കൂടാതെ പോങ്ങൻ പറയുന്നത് അതുപോലെ തന്നെ പിടിച്ചെടുക്കും. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കി കളയും. കമ്മികളെങ്ങാനും പതിവില്ലാതെ പോങ്ങനെ കേട്ട് മനസ്സിലാക്കിയാലോ? അതിൻ്റെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഡോക്ടർ ഐജു തോമസിന് അത്രമാത്രം കഷ്ടകാലമാണ് എന്നുണ്ടെങ്കിൽ പോങ്ങൻ പറയുന്നത് കമ്മികൾ അപ്പാടെ മനസ്സിലാക്കി കളയും. ഡോക്ടർ ഐജു തോമസിനെ സംശയബുദ്ധിയോടെ സമീപിച്ചുകൊണ്ട് ആലോചനയും അന്വേഷണവും കമ്മിക്കാലന്മാർ നടത്തിക്കളയും. അതിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആശങ്ക മനസ്സിൽ വന്നതുകൊണ്ടാണ് പോങ്ങന്റെ ആ സംശയം ഉറക്കെ പറയാതിരുന്നത്, നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാതിരുന്നത്. ഈ ഡോക്ടർ ഐജു തോമസിനെ ഒരു ഒറ്റുകാരനായി കണ്ട് കമ്മിക്കൂട്ടം പ്രതികാര പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന് പോങ്ങന് തോന്നി. കൊന്നതുവഴി ഇല്ലാതാക്കപ്പെട്ട നവീൻ ബാബുവാണ് അത്തരമൊരു ചിന്ത സത്യത്തിൽ പോങ്ങനിൽ ഉണ്ടാക്കിയത് കേട്ടോ. കൊന്നതുവഴി ഇല്ലാതാക്കപ്പെട്ട നവീൻ ബാബു, അങ്ങനെ തന്നെയാണത് പറയേണ്ടത്. കൊന്നതുവഴി ഇല്ലാതാക്കപ്പെട്ട നവീൻ ബാബുവാണ് അത്തരമൊരു ചിന്ത എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്. എന്തായാലും പോങ്ങന്റെ സംശയം സൈബർ ലോകത്തിലൂടെയുള്ള പരതലിലൂടെ സത്യമായി മാറി. പോങ്ങൻ ഉറപ്പായിരുന്നു ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈ നിഷ്കളങ്കനായ, വിഡ്ഢിയായി അഭിനയിക്കുന്ന, ശുദ്ധാത്മാവായി നടിക്കുന്ന, പമ്പര വിഡ്ഢി എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഡോക്ടർ ഐജു തോമസ് ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള ഒരു ബോധ്യം പോങ്ങന് ഉണ്ടായി. നേരത്തെ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സംശയം മാറ്റാൻ വേണ്ടി പോങ്ങൻ നന്നായിട്ട് സൈബർ ഇടങ്ങളിൽ പരതി അത് സത്യമാണ് എന്ന് പോങ്ങൻ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. കളമശ്ശേരി ഹോസ്റ്റൽ റെയ്ഡിന് പോലീസിനെ സഹായിച്ചതും പ്രേരിപ്പിച്ചതും ഡോക്ടർ ഐജു തോമസ് ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് സാക്ഷാൽ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ആണ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ച അതേ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇന്റലിജൻസ് പ്ലസ് ക്യാരക്ടർ, ദാറ്റ് ഈസ് ദ ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെയും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അതായത് സദ്ബുദ്ധിയും സൽസ്വഭാവവും അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നുകൂടി മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ശവൻകുട്ടി സഖാവ് വല്ലതും അറിയുന്നുണ്ടോ ആവോ? എന്തായാലും മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന്റെ ആ ഉദ്ധരണി പങ്കുവെച്ചുകൊണ്ടാണ് ഡോക്ടർ ഐജു തോമസ് തന്റെ സന്ദേശം കളമശ്ശേരി പോളിടെക്നിക്കിന്റെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നത്. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന്റെ ആ ഉദ്ധരണി തന്റെ സന്ദേശത്തിനായി ഡോക്ടർ ഐജു തോമസ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ ഉള്ളിൽ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ടാവും, എനിക്കുമൊരു സ്വപ്നമുണ്ട് എന്ന്. അല്ലെ, ഡോക്ടർ ഐജു സ്വയം പറഞ്ഞിട്ടുണ്ടാവും, എനിക്കുമൊരു സ്വപ്നമുണ്ട് എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടാവും. ശരിയല്ലേ? സാധ്യതയില്ലേ? ലഹരിമുക്തമായിട്ടുള്ള ഒരു കലാലയം, സദ്ബുദ്ധിയും സൽസ്വഭാവവുമുള്ള കുട്ടികൾ, ഒരുപക്ഷെ അതാവും ഐജു തോമസ് വെച്ചു പുലർത്തുന്ന സ്വപ്നം. ആ മനുഷ്യനോടുള്ള ആദരവ് സൂക്ഷിച്ചുകൊണ്ട് പോങ്ങന്റെ മനസ്സിലാക്കൽ വളരെ വിവേകത്തോടെ പോങ്ങൻ പങ്കുവയ്ക്കാതിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നേരെ. ഒരു സംശയമായി പോലും, ഒരു ആരോപണമായി പോലും ഞാനത് പറയാതിരുന്നു. എന്നാൽ നമ്മുടെ മാപ്രകൾ അത് സമൂഹ സമക്ഷം വിളമ്പുകയും ചെയ്തു. ഡോക്ടർ ഐജു തോമസ് ആണ് ഈ പോലീസ് റെയ്ഡിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന സത്യം
അത് മാധ്യമങ്ങൾ നാടാകെ പാട്ടാക്കി. നമ്മുടെ ഈ സമൂഹത്തിന് വളരെ ദോഷമാകുന്ന അസത്യങ്ങൾ പോലും സത്യം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമ ധർമ്മക്കാരന്മാർക്ക് ഈ ഡോക്ടർ ഐജു തോമസിന് കാര്യമായ നിലയിൽ ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ഈ സത്യം അതൊന്ന് മറച്ചു വെക്കാമായിരുന്നു. അങ്ങനെ ഒരു ചിന്ത പോകാനുണ്ട്. പിൻവാതിൽ പ്രവേശനം കരസ്ഥമാക്കിയിട്ടുള്ള വിഡ്ഢിയായ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ ആ മനുഷ്യൻ ഈ സമൂഹത്തിൽ കഴിയുന്നതായിരുന്നു ഡോക്ടർ ഐജു തോമസിന് നല്ലത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് നല്ലത്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നല്ലത്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് നല്ലത്. ഒന്ന് ആലോചിക്കണം, കൊലക്ടറുടെ സാന്നിധ്യത്തിൽ ADM-നുള്ള വധാനുമതി നൽകുന്ന ലേഡി കാലന്മാർ അടക്കി വാഴുന്ന ഈ ഘാതക കേരളത്തിൽ ഡോക്ടർ ഐജു തോമസിനെ ഒറ്റുകാരനായി കണ്ട് കമ്മിക്കാലന്മാർ പെരുമാറില്ല എന്ന് ആര് കണ്ടു? ആർക്കോ പറയാൻ പറ്റും? ADM എന്ന് പറയുന്നത് ഒരു ചെറിയ പദവിയല്ല. അങ്ങനെയുള്ള ഒരു പദവിയിലിരിക്കുന്ന മനുഷ്യനെ പരസ്യമായി ലോകത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, കൊലക്ടറെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു ലേഡി കാലൻ ആ മനുഷ്യനെ വധിച്ചു വിടുമെന്ന് പരസ്യമായി പറയുമ്പോൾ അത് കേട്ട് കൈയടിക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്നുള്ളത് ഓർക്കണം. അതാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പോങ്ങൻ. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അത് പറയരുതായിരുന്നു. ഒരു പോങ്ങന്റെ വകതിരിവ് പോലും ഈ നാട്ടിലെ പ്രബുദ്ധ കേരളത്തിലെ മാധ്യമ ധർമ്മക്കാരന്മാർക്കില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഡോക്ടർ ഐജു തോമസിന് തീർച്ചയായിട്ടും നന്മകൾ നേരുന്നു. താങ്കൾക്ക് നല്ലത് മാത്രം വരട്ടെ. പോകൻ പ്രകൃതിയോട് തീർച്ചയായിട്ടും സമാധാന സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം, സമൃദ്ധമായിട്ടുള്ള നന്മകൾ നിറഞ്ഞ ഒരു ജീവിതം താങ്കൾക്ക് തരപ്പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും പ്രകൃതിയോട് പോകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാവും. വേറൊന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. നമ്മുടെ നാട് അത്രത്തോളം കെട്ടുപോയി. നല്ലത് പറയാനോ നല്ലത് കേൾക്കാനോ ഒന്നും ആളുകളില്ലാതെ പോകുന്നൊരു കാലത്താണ്. എന്നാൽ നമ്മളെല്ലാവരും നമ്മുടെ കണ്ണിൽ നല്ലവരുമാണ്. ഒരു നന്മയും നമ്മൾ ചെയ്യുന്നില്ല, ഒരു നന്മയും നമ്മൾ പറയുന്നില്ല, ഒരു നന്മയ്ക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നില്ല, ഒരു നന്മയ്ക്കും പ്രോത്സാഹനം നൽകുന്നില്ല, ഒരു നന്മയെയും പ്രചോദിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ നന്മയുള്ളവരാണെന്ന്. അതാണ് ഈ നാടിന്റെ കേട്. ഡോക്ടർ ഐജു തോമസിന്റെ മുഖത്ത് കണ്ട ആ ഭയമുണ്ടല്ലോ, ആ ഭയം വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഭയമായിരുന്നു. അങ്ങനെ ഭയക്കാൻ മാത്രമുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. വളരെ സന്തോഷം, നന്ദി. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. ഒരിക്കൽ കൂടി ഡോക്ടർ ഐജു തോമസിന് പോകന്റെ വക എല്ലാവിധത്തിലുള്ള ആശംസയും അതുപോലെ തന്നെ അങ്ങേയറ്റം നന്മ മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതവും ഈ പോങ്ങൻ ആശംസിക്കുന്നു, നേരുന്നു. അതിനായി പ്രകൃതിയോട് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. അല്ല, അതിന്റെ ഉത്തരവാദിത്തമാണ് ഈ നടപടി. അതിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പിടിച്ചോണ്ടാണ്. പിടിക്കാനൊരു സാഹചര്യം വന്നില്ലേ?